അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് ബിരിയാണിയുമായിട്ടാണ്. പർദ്ദ ബിരിയാണി. ഇത് വിരുന്നുകാർക്ക് വളരെ പുതുമയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക. ബിരിയാണി പർദ്ദയ്ക്ക് ആവശ്യമായ മാവ് കുഴക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഈസ്റ്റ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് ഓയിൽ, കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം, ഉപ്പ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നടുക്കൊരു കുഴിയാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് 2 മണിക്കൂർ അടച്ചു വെക്കാം. ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങൾ: 5 കപ്പ് അരി, 1 കിലോ ചിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ബിരിയാണിക്ക് വലിയ പീസാണ് ഉണ്ടാകുക. ഇത് പർദ്ദ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചെറിയ പീസായിരിക്കണം. പച്ചമുളക് 8 എണ്ണം ചതച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, 2 വലിയ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഗരം മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തൈര് 1/2 കപ്പ്, മല്ലിയില, പുതിനയില, ഗീ, ആവശ്യത്തിന് ഓയിൽ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പച്ചമുളക്, തൈര്, മല്ലിയില, പുതിനയില, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി എല്ലാം കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കും, മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ മസാലയൊക്കെ പിടിച്ച് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. അതിലേക്ക് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വേവിക്കാം. തൈരിൻ്റെയും ചിക്കൻ്റെ ഒക്കെ വെള്ളം വരും, അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളം വറ്റാൻ ബാക്കിയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ചോറുണ്ടാക്കാം. 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മേലിപ്പിട്ട് കൊടുക്കാം. 2 ഏലക്കായ, കറുപ്പ, 2 കറാമ്പൂ, 5 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളക്കുന്നവരെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കായമ അരി എടുത്തിട്ടുള്ളത്. ബാസ്മതി അരി എടുക്കുന്നുണ്ടെങ്കിൽ
20 മിനിറ്റ് കുതിർത്തി വെക്കണം, എന്നാലേ ഈ വെള്ളത്തിൽ വെന്ത് കിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിന് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ബിരിയാണിക്ക് വേണ്ടുന്ന ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സർപ്രൈസ് ബിരിയാണിക്ക് കുഴച്ച് വെച്ച മാവ് എന്തായെന്ന് നോക്കാം. മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ പകുതി മാവ് എടുത്തിട്ട് പരത്തിയെടുക്കുക. കുറച്ച് മൈദ വെതറി കൊടുക്കുക. റൗണ്ടിൽ പരത്തിയെടുക്കുക. വളരെ നൈസായിട്ട് നേർങ്ങനെ പരത്തിയെടുക്കണം. നിങ്ങൾ ബിരിയാണി ദമ്മിടാനെടുക്കുന്ന ബൗളിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് മാവെടുത്തിട്ട് പരത്തിയെടുക്കണം. ഞാൻ ഇവിടെ എടുത്ത ബൗളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ പരത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുക. കുറച്ച് കറുത്തുള്ളും വെളുത്തുള്ളും വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെതറി കൊടുക്കുക. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. പരത്തി വെച്ച ഷീറ്റ് മെല്ലെ ബൗളിൽ വെച്ച് കൊടുക്കുക. ബൗളിൻ്റെ അടിയിൽ മുട്ടുന്ന രീതിയിൽ ഇറക്കി വെക്കണം. ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല, മല്ലിയില, ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉള്ളി ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇതുപോലെ 3 ലെയറായിട്ട് മസാലയും ചോറും ബോൾ നിറയുന്നവരെ ഇട്ട് കൊടുക്കാം. ഷീറ്റിലെല്ലായിടത്തും ഓയിൽ വറ്റി കൊടുക്കുക. നല്ലപോലെ വറ്റി കൊടുക്കണം. ഇതുപോലെ ചോറ് കവർ ചെയ്യുന്ന വിധത്തിൽ നല്ലപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മേൽഭാഗം നല്ലപോലെ ഓയിൽ വരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. ഒരു സ്റ്റൗ ഓണാക്കി അതിനുള്ള പാത്രം വെച്ച് 2 മിനിറ്റ് ഫുൾ തീയിൽ ചൂടാക്കി കൊടുക്കുക. അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. ഇതിലേക്ക് മെല്ലെ ബൗൾ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് അടച്ച് വെച്ച് 20 മിനിറ്റ് ദമ്മിടാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ സർപ്രൈസ് ബിരിയാണി റെഡിയായി. ഇത് മെല്ലെ മെല്ലെ ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്താം. ഞങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ച് വിരുന്നാറെ മുന്നിൽ വെച്ചിട്ടായിരിക്കണം കട്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.